നാറ്റോ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. അത് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് അതിനെതിരെ നിൽക്കാൻ വേണ്ടി അമേരിക്കയും വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളും കൂടി ഉണ്ടാക്കിയ സൈനിക സഖ്യമാണ്. അതിലേതെങ്കിലും രാജ്യത്തെ ആക്രമിച്ചാൽ അത് മറ്റ് എല്ലാ രാജ്യങ്ങളെയും ആക്രമിക്കുന്നതിന് തുല്യമായി കരുതും എന്ന ഒരു എഗ്രിമെൻ്റുള്ള സഖ്യമാണ്. അതിൽ ഒരു സഖ്യകക്ഷിയായി പിന്നീട് ചേർന്ന ഒരു രാജ്യമാണ് തുർക്കി എന്ന് നമ്മൾ വിളിക്കുന്ന തുർക്കി. ഇപ്പോൾ തുർക്കിയും സൗദി അറേബ്യയും പാകിസ്ഥാനും ഒരു പരസ്പര സഹായ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു. മെക്ക അക്കോർഡ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതിൽ ബംഗ്ലാദേശ് കൂടി ചേരുന്നു എന്ന് പറയുന്നു. അതായത് ഒരു ഇസ്ലാമിക് നാറ്റോ സഖ്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഇതിൽ എങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ചാൽ, ഇപ്പോൾ പാകിസ്ഥാൻ നാറ്റോയിൽ അംഗമല്ലെങ്കിലും പാകിസ്ഥാനെ സഹായിക്കാൻ തുർക്കി വന്നാൽ, തുർക്കിയെ ആക്രമിച്ചാൽ, തുർക്കി നാറ്റോ സഖ്യമായതുകൊണ്ട് നാറ്റോ സഖ്യകക്ഷികൾക്ക് തുർക്കിയുടെ ഭാഗം നിൽക്കണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ ഭാഗം നിൽക്കണോ എന്നുള്ളത് കൂടി നോക്കേണ്ടി വരും. അതോ ഇത്തരം സഖ്യങ്ങൾ പേപ്പറിൽ ഉണ്ടാകുന്നത് എളുപ്പമാകുമോ? അതുപോലെ ഇപ്പോൾ ഹൂതികളൊക്കെ സൗദി അറേബ്യ ആക്രമിക്കുമ്പോൾ അപ്പോൾ അതിൽ ഇറാനെ കൂടി പങ്കെടുപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ സഖ്യത്തിൽ, അതായത് മെക്ക അക്കോർഡിൽ ഇറാനെ കൂടി സഖ്യകക്ഷിയാക്കാനാണ് ശ്രമം നടക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഹൂതികൾ സൗദി അറേബ്യ ആക്രമിക്കുന്നതൊക്കെ നിർത്തുമോ എന്നെല്ലാം നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഏതായാലും ഇന്ത്യ വളരെ ഗൗരവത്തോടെ കാണേണ്ട കുറേ കാര്യങ്ങൾ സൈനികമായി സഖ്യ നീക്കങ്ങളിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങളും ഇതേപ്പറ്റി വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. കാരണം ഇസ്രായേലിനെ പോലെ തന്നെയാണ് നമ്മൾ ഇവരുടെ ഇടയിൽ കിടക്കുകയാണ്. അപ്പോൾ ബംഗ്ലാദേശ് പോലുള്ള രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു ഭൂപ്രദേശത്ത് ഉണ്ടാവുകയും അതോടൊപ്പം പാകിസ്ഥാനും പിന്നീട് അത്രയും ഫ്രണ്ട്ലി ഒന്നുമല്ലാത്ത ചൈനയും നമ്മൾക്ക് നോക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇവരെക്കാൾ ഏറെ ശത്രുക്കൾ രാജ്യത്തിന് അകത്തു തന്നെയുള്ള ഒരു രാജ്യമാണ് നാം എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ രാഷ്ട്രം നമ്മൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യവും ജനാധിപത്യവും എല്ലാ അവകാശങ്ങളും എല്ലാ അവസരങ്ങളും നിലനിർത്തുന്നതിന് അത് നമ്മുടെ ഏറ്റവും വലിയ ശ്രദ്ധ ആവശ്യമാണെന്ന് രാജ്യസ്നേഹികളോട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.